ആരാധ്യൻ എന്ന ശീർഷകത്തിൽ ഒരു സംഗീത വിരുന്ന് ഇവിടെ നടത്തുവാൻ നോക്കണം. കഴിഞ്ഞ ചില നാളുകളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതനുസരിച്ച് ദൈവം അതിനുള്ള എല്ലാവിധമായ സാഹചര്യങ്ങളും ഒരുക്കി തന്നിരിക്കുകയാണ്. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക സഹോദരി സഹോദരന്മാർ വളരെ ത്യാഗം സഹിച്ച് തന്നെ ഈ ഗാന ശുശ്രൂഷയിൽ ശ്രോതാക്കളായിട്ടും അത് ആസ്വദിപ്പാനായിട്ടും അതിൽ കൂടി ലഭിക്കുന്ന ആത്മീയമായ ഉത്തേജനം പ്രാപിച്ചുകൊണ്ട് സന്തോഷകരമായി മടങ്ങിപ്പോകാനുള്ള ഉദ്ദേശത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. മാത്രമല്ല, ഈ ആരാധ്യൻ എന്ന പേരിൽ നടക്കുന്ന ഈ സംഗീത വിരുന്ന് തൃശ്ശൂരിലുള്ള ക്രൈസ്തവ ദർശനമുള്ളവരും ആത്മീയമായ താല്പര്യമുള്ളവരും കഥാവിൻ്റെ വിവിധങ്ങളായുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരുമായിട്ടുള്ള കലാകാരന്മാരാണ്. അവരുടെ ഭൗതികമായ ജോലിയുള്ള ബന്ധത്തിൽ വേറിട്ട് അല്പസമയം കണ്ടിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ വിനിയോഗിപ്പാനും ഗാനങ്ങൾ കൂടി വിവിധങ്ങളായിട്ടുള്ള സംഗീതങ്ങൾ ഉപകരണങ്ങൾ വായിക്കുന്നതിൽ കൂടി ദൈവനാമ മഹത്വത്തിനായിട്ട് ഒത്തുചേരുന്ന അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ അതെല്ലാം കൂടെ സമ്മേളിച്ച് ഇന്ന് ഇവിടെ ഈ നിലയിൽ ഒരു സംഗീത സായാഹ്നം ഒരുക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അതുല്യവാനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട്. കേരളക്കരയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് അനേക വിശ്വാസികൾ പാട്ടുകൾ പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രത്യാശ നിർഭരമായിട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്ന അനശ്വരമായ ഗാനങ്ങൾ എഴുതിയ 2-3 ദൈവദാസന്മാരുടെ ഗാനങ്ങൾ കോർത്തിണക്കിയിട്ടാണ് ഇവിടെ ഈ ഗാനസന്ധ്യ ഒരുക്കിയിരിക്കുന്നത്. RS വിജയരാജ് എന്ന ദൈവദാസൻ വളരെ ഹൃദ്യമായിട്ടുള്ള അനേക ഗാനങ്ങൾ നമ്മുടെ ക്രൈസ്തവ കൈരളിക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും അത് പാടുകയും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, എല്ലാ സഭാവിഭാഗക്കാരും മതിമറന്ന് പാടുന്ന അനേകം ഇമ്പകരമായിട്ടുള്ള ദൈവവചനത്തിൽ ആഴത്തിൽ ഊർന്നിരിക്കുന്ന ക്രൈസ്തവ ഗാനങ്ങൾ എഴുതിയ സഹോദരൻ ചാൾസ് ജോൺ, ഇവരുടെയൊക്കെ ഗാനങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിൽ മാധുര്യമായ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത കാരണം ഇവരുടെ പാട്ടുകൾക്ക് അത്രമാത്രം ദൈവം അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ വരുന്ന ഏത് കഷ്ടങ്ങളെയും താണ്ടിയിട്ട് പ്രത്യാശനിർഭരമായി ജീവിപ്പാൻ തക്കണം ഈ ഗാനങ്ങൾക്ക് ദൈവം അതിനുള്ള കൃപ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, സഹോദരൻ ജേക്കു കുര്യാക്കോസിൻ്റെ ഗാനങ്ങൾ പ്രിയ സഹോദരൻ ഇപ്പോൾ കത്തുസന്നിൽ വിശ്രമിക്കുകയാണ്. തൻ്റെ ഗാനങ്ങളും അനേകർ പാടി സന്തോഷിപ്പാൻ തക്കണം ഇടയായി തീർത്തിട്ടുണ്ട്. ഈ ഗാനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ആനന്ദവും പ്രത്യാശ നൽകും, യാതൊരു സംശയമില്ല. നമുക്ക് പ്രാർത്ഥനാ നിർഭരായിരിക്കാം. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അതുല്യവാനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിധന്യമായ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ആശംസിച്ചു കൊള്ളട്ടെ. മാത്രമല്ല, ഈ ഗാനസന്ധ്യയിൽ വിവിധങ്ങളായ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ ശബ്ദവീതികൾ എവിടെ നിന്നെല്ലാം കേൾക്കുന്നുവോ അവിടെ നിന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ കമ്മിറ്റി പേരിൽ സ്വാഗതം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായ ഈ സന്ധ്യാവേളയിൽ നമുക്കൊരുമിച്ച് വലിയവനായ ദൈവത്തെ സംഗീതത്തിലൂടെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകിയ നല്ല സാവകാശനായിട്ട് ദൈവത്തെ സ്തുതിക്കുക. ആത്മീയ ചൈതന്യം തുടിക്കുന്ന ഒട്ടേറെ അനശ്വര ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ച അനുഗ്രഹീതരായ ഗാനരചയിതാക്കളാണ് ബ്രദർ ചാൾസ് ജോൺ, ബ്രദർ RS വിജയരാജ്, ബ്രദർ ചിക്കു കുര്യാക്കോസ്. കാലങ്ങളെയും തലമുറകളെയും അതിജീവിച്ച് മനുഷ്യ മനസ്സുകളിൽ ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും തിരിനാളമായി എന്നുമെന്നും പ്രകാശം ചൊരിയുവാൻ തക്ക കരുത്തുറ്റ ഗാനങ്ങളാണ് ഈ ഗാനരചയിതാക്കൾ ക്രൈസ്തവ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. കഷ്ടങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിത വീതിയിൽ കരിനിഴൽ വീഴ്ത്തുമ്പോൾ, പ്രതികൂലങ്ങളുടെ ഓളങ്ങൾ നമ്മുടെ ജീവിത പടകിൽ ആഞ്ഞടിക്കുമ്പോൾ പ്രത്യാശയുടെ നിറനിലാവ് പകർന്ന് നിത്യജീവന്റെ പുത്തൻ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കൈപ്പിടിച്ച് നടത്തുവാൻ ഈ ഗാനങ്ങൾക്ക് കഴിയും. സംഗീത രംഗത്ത് പ്രശസ്തരായ ഈ ഗാനരചയിതാക്കൾ നമുക്ക് സമ്മാനിച്ച അമൂല്യമായ ഗാനശേഖരത്തിലെ 23 ഗാനങ്ങളാണ് പ്രശസ്ത ഗായകർ
നിങ്ങൾക്കായി ഇവിടെ ആലപിക്കുന്നത്. സ്വർഗീയ സന്തോഷത്തിൻ്റെ തിരകളുയർത്തുന്ന ഈ ഗാനവീചികൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രവാഹമായി പിന്നെയും പരന്നൊഴുകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൃശ്ശൂരിലെ ക്രൈസ്തവ കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന ആരാധ്യൻ സംഗീത സായാഹ്നം ഇവിടെ സമാരംഭിക്കുന്നു. ആദ്യ ഗാനം ബ്രദർ RS വിയുടെ തൂലികയിൽ നിന്നും വിരിഞ്ഞ ആരാധ്യൻ യേശുപര എന്ന അനുഗ്രഹീതമായ സ്തുതിഗാനം ഈ ടീമിലെ എല്ലാ ഗായകരും ഒരുമിച്ച് ചേർന്ന് പാടുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് സന്ധ്യാവേളയിൽ ദൈവത്തിൻ്റെ അതുല്യനാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമൻ ഹൃദയത്തിനാനന്ദമേ.
മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുമെൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. അടുത്ത ഗാനം ബ്രദർ ചാൾസ് ജോൺ രചിച്ച എനിക്ക് യേശുവുണ്ട് ഈ മരിവിൽ എല്ലാം ആയെന്നും എന്നരികിൽ എന്ന് ആരംഭിക്കുന്ന വളരെ പാടി പഴക്കമുള്ള നാമൊക്കെയും പാടി ആനന്ദിച്ചിട്ടുള്ള ആ പഴയ ഗാനം നമുക്ക് വേണ്ടി ജോമോൻ ആലപിക്കുകയാണ്. 1981 ബ്രദർ ചാൾസ് ജോൺ ഈ ഗാനം എഴുതുവാനിടയായി തീർന്നത്. അദ്ദേഹത്തിന് ഒരു സുവിശേഷ പ്രോഗ്രാമിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം നേരത്തെ ക്ഷണം ലഭിച്ചു. പുത്തൻകാവിൽ ക്രമീകരിച്ചിരുന്ന ഒരു കൺവെൻഷനായിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ വിധത്തിൽ ആ പുത്തൻകാവിലുള്ള ആ യോഗ ക്രമീകരിച്ച പ്രിയപ്പെട്ടവരെ ബ്രദർ ചാൾസ് ജോൺ ഒരു കത്തെഴുതി നിങ്ങൾ ഈ കൺവെൻഷന് പ്രസംഗിക്കാൻ വരേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതിന് തക്കതായ കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ യാതൊരു കുഴപ്പങ്ങളുമില്ല, യാതൊരു പ്രത്യേക സാഹചര്യങ്ങളും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ആ കത്ത് കിട്ടിയപ്പോൾ ബ്രദർ ചാൾസ് ജോണിൻ്റെ മനസ്സിലെ പെട്ടെന്നൊരു വിഷമം തോന്നി. പക്ഷേ ദൈവം തന്നെ വിളിച്ചിട്ടുള്ളത് അത് ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പ്രസംഗിക്കുക, യേശുവിനെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യമാണല്ലോ എന്നുള്ള ചിന്ത തൻ്റെ മനസ്സിനെ തട്ടി ഉണർത്തിയപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു ഗാനമാണ് എനിക്ക് യേശുവുണ്ട് ഈ മരിവിൽ എല്ലാമായെന്നും എന്നരികിൽ. അതിൻ്റെ ഒരു ചരണം ഇങ്ങനെയാണ് പാടുന്നത്. നീറും എന്നോട് വേദനകൾ മാറും ഞാനങ്ങ് ചെന്നിടുമ്പോൾ മാറിൽ ചേർത്ത് കണ്ണീർ തുടയ്ക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ, വേദനകളിൽ, നമ്മുടെ വിഷമങ്ങളിൽ, നാം ഒറ്റപ്പെടുന്ന വേളകളിൽ ഈ ഗാനം നമുക്ക് സാന്ത്വനമായി പിന്നെയും നമ്മെ ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ജോമോനെ ഈ ഗാനം ആലപിക്കാൻ തക്കവണ്ണം ക്ഷണിച്ചുകൊള്ളുന്നു.
എനിക്കേശുവുണ്ടീ മരുവിൽ എല്ലാമായെന്നുമെന്നരികിൽ. എനിക്കേശുവുണ്ടീ മരുവിൽ എല്ലാമായെന്നുമെന്നരികിൽ. ഞാനാകുലനായിടുവാൻ മനമേ ഇനി കാര്യമില്ല. ഞാനാകുലനായിടുവാൻ മനമേ ഇനി കാര്യമില്ല. ദിനവും നിനക്കവൻ മതിയാ, ദിനവും നിനക്കവൻ മതിയാ. എനിക്കേശുവുണ്ടീ മരുവിൽ എല്ലാമായെന്നുമെന്നരികിൽ. എനിക്കേശുവുണ്ടീ മരുവിൽ എല്ലാമായെന്നും എന്നരികിൽ. ഒന്നു മാത്രമെന്നാഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥനേ. ഒന്നു മാത്രമെന്നാഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥനേ. മണ്ണിലെവിടെയും കീർത്തിക്കണം, മണ്ണിലെവിടെയും കീർത്തിക്കണം. എനിക്കേശുവുണ്ടീ മരുവിൽ എല്ലാമായെന്നുമെന്നരികിൽ. എനിക്കേശുവുണ്ടീ മരുവിൽ എല്ലാമായെന്നും എന്നരികിൽ. ബിനോയ് ചാക്കയുടെ സഹോദരൻ KC ഫിലിപ്പ്, അദ്ദേഹം നല്ല യൗവന പ്രായത്തിൽ ലിവർ സംബന്ധമായ രോഗത്താൽ ഈ ലോകത്തു നിന്നും മാറ്റപ്പെടുവാനിടയായി തീർന്നു. അന്ന് അവർ മുംബൈയിലായിരുന്നു താമസിച്ചിരുന്നത്. ആത്മീക പ്രവർത്തനങ്ങളിൽ അതീവ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചിരുന്ന ഈ യുവ സഹോദരൻ്റെ പെട്ടെന്നുള്ള വേർപാട് ബ്രദർ ചാൾസ് ജോണിൻ്റെ മനസ്സിൽ വലിയ വേദന ഉളവാക്കി. ഹൃദയഭാരത്താൽ ദൈവസന്നിധിയിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ കുളിർ തന്നലായി തൻ്റെ ഹൃദയത്തിൽ നിന്നും ഈ ഗാനം പിറന്നു വീഴുവാനിടയായി തീർന്നു. അദ്ദേഹം ഇങ്ങനെ അതിൻ്റെ ആദ്യ ചരണങ്ങൾ കുറിച്ചു. ആകുല നേരത്തൻ ചാരത്തണഞ്ഞു, ഏകുന്നു സാന്ത്വനം നീ എനിക്ക്. തുടർന്ന് അടുത്ത ചരണങ്ങളിൽ ഇങ്ങനെ കുറിച്ചു. തുമ്പങ്ങളേറുമൻ മാനസം തന്നിൽ ഇൻപം പകരുന്നു നിൻമൊഴികൾ. നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖവേളകളിൽ നമുക്ക് ആശ്വാസം പകർന്ന, ഇന്നും ആശ്വാസം പകർന്നുകൊണ്ടിരിക്കുന്ന ആ പ്രിയ ഗാനം നമുക്ക് വേണ്ടി സുമി ആലപിക്കുന്നു.